മുഗൾ ചരിത്രത്തിലെ അനശ്വര പ്രണയത്തിൻ്റെ സ്മാരകമായി ലോകമെങ്ങും താജ്മഹലിനെ വാഴ്ത്തിപ്പാടുമ്പോൾ പ്രണയിച്ച പുരുഷനു വേണ്ടി ജീവനോടെ ഒരു കിടങ്ങിനുള്ളിൽ ബലിയർപ്പിക്കപ്പെട്ട ഒരു ദാസിപ്പെണ്ണിൻ്റെ സ്മാരകമുണ്ട്. വെണ്ണക്കല്ലിൻ്റെ പകിട്ടോ പ്രൗഢിയോ ഒന്നുമില്ലാതെ സന്ദർശകരാൽ തിരസ്കരിക്കപ്പെട്ട് അനാർക്കലി ഗുഹ. നിങ്ങൾക്കറിയാമോ, സമ്പത്തിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും തുലാസിൽ വിലയില്ലാതായ ഒരു സുന്ദരിയുണ്ട് മുഗൾ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ. അനാർക്കലി. പുതിയ അധ്യായത്തിൽ ടോക്കിംഗ് ഹിസ്റ്ററി സംസാരിക്കുന്നത് അനാർക്കലിയെക്കുറിച്ചാണ്. മഹാനായ അക്ബർ ചക്രവർത്തിയുടെയും പുത്രൻ ജഹാംഗീറിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അടിമപ്പെണ്ണ് അനാർക്കലി മുഗൾ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത്. അക്ബറിൻ്റെ പ്രിയദാസി നൂർഖാൻ അർഖൂണിൻ്റെ മകളായിരുന്നു നാദിറ. അവർണ്ണനീയ സൗന്ദര്യം കൊണ്ടും നൃത്തകലയിൽ നേടിയെടുത്ത പ്രാവീണ്യം കൊണ്ടും ആ കാലഘട്ടങ്ങളിൽ ലാഹോറിലും പരിസര പ്രദേശങ്ങളിലും കീർത്തി നേടിയ ഒരു നർത്തകിയായിരുന്നു നാദിറ. ഒരു പൂവ് പോലെ വിടർന്നു വരുന്ന സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തിയാണ് മാതള നാരകത്തിൻ്റെ പുഷ്പം എന്നർത്ഥം വരുന്ന അനാർക്കലി എന്ന നാമം നാദിറയ്ക്ക് സമ്മാനിച്ചത്. സലിമിൻ്റെയും നാദിറയുടെയും പ്രണയം വളർന്നു. അതീവ രഹസ്യമായി ഇരുവരും പ്രണയസല്ലാപങ്ങളിൽ ഏർപ്പെട്ടു. ഒടുക്കം ഇക്കഥ അക്ബറുടെ ചെവിയിലുമെത്തി. എന്നാൽ സാമ്രാജ്യ വികസന തന്ത്രങ്ങളുടെ ഭാഗമായി അക്ബർ സലിമിനു വേണ്ടി ഒരു രജപുത്ര കന്യകയെ വധുവായി നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അനാർക്കലിയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്ത പിതാവിൻ്റെ മുന്നിൽ അനാർക്കലിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് സലിം ആണയിട്ടു. ഇവിടെ ഉദാത്തനായ മനുഷ്യസ്നേഹിയും സർവ്വമതങ്ങളുടെയും അന്തസത്ത ഉൾക്കൊണ്ട പുതിയ ചിന്താ പദ്ധതിയായ ദിൻ ഇലാഹിയുടെ പ്രഘോഷകനുമായ മഹാനായ അക്ബർ ചക്രവർത്തി ഒരു ശരാശരിക്കാരനായ പിതാവായി മാറുകയായിരുന്നു. രാജരക്തത്തിൽ പിറക്കാത്ത കേവലം നർത്തകിയും ദാസിയുമായ ഒരു പെൺകുട്ടി മുഗൾ രാജവംശത്തിൻ്റെ ഉത്തുംഗ പദവിയിലെത്തുന്നത് ചക്രവർത്തിക്ക് അചിന്തനീയമായിരുന്നു. സൂഫി വര്യൻ സലിം ചിഷ്തിയുടെ അനുഗ്രഹഫലമായി സിദ്ധിച്ച പുത്രനാണ് ജഹാംഗീർ. ജഹാംഗീറിൻ്റെ യഥാർത്ഥ നാമം സലിം എന്നാണ്. വളർച്ചയുടെ ആദ്യ നാളുകളിൽ അലസനും മര്യാദയില്ലാത്തവനുമായി കാണപ്പെട്ട ജഹാംഗീറിനെ അക്ബർ ചക്രവർത്തി മികച്ച ഒരു ഭരണാധികാരിയാക്കി വളർത്തിയെടുക്കുന്നതിനായി സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് അയച്ചു. പിന്നീട് 14 വർഷക്കാലം ജഹാംഗീർ സൈനിക പരിശീലനത്തിനായി ചെലവഴിച്ചു. 14 വർഷങ്ങൾക്ക് ശേഷം പഠനം പൂർത്തീകരിച്ചുള്ള ജഹാംഗീറിൻ്റെ വരവ് കൊട്ടാരം അത്യാർഭാടപൂർവ്വം ആഘോഷിച്ചു. കൊട്ടാരത്തിൽ ആർഭാടമായ വിരുന്നും നൃത്തപരിപാടികളും അരങ്ങേറി. മനോഹരമായ നൃത്താഘോഷങ്ങളോടെ നർത്തകി അനാർക്കലി ചുവടുവെച്ചത് യുവരാജകുമാരൻ സലീമിൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. ചക്രവർത്തിയുടെ കൽപ്പന ലംഘിച്ച് അനാർക്കലിയെ കാണുവാനുള്ള സലീമിൻ്റെ ഉദ്യമങ്ങളിൽ രോഷാകുലനായ അക്ബർ ചക്രവർത്തി അനാർക്കലിയെ പിടികൂടി തുറുങ്കിലടയ്ക്കാൻ ഉത്തരവിട്ടു. അനാർക്കലി തടങ്കലിലായി. ഇക്കാലയളവിൽ അവളുടെ നൂപുരധ്വനി മാത്രം ശ്രവിച്ച് സലിം കഴിച്ചുകൂട്ടി. അതെ, തുറുങ്കിന് പുറത്ത് കാത്തു നിൽക്കുന്ന സലിമിനായി തൻ്റെ ചിലങ്കകൾ ശബ്ദിപ്പിച്ച് അനാർക്കലി സാമീപ്യമറിയിച്ചു. ഇത് മനസ്സിലാക്കിയ അക്ബർ ചിലങ്കകൾ പിടിച്ചെടുത്ത് സലിമിൻ്റെ മുന്നിൽ വെച്ച് ഉടച്ച് നശിപ്പിച്ചു കളഞ്ഞു. ആ ചിലങ്കയോടൊപ്പം തകർന്നത് സലിമിൻ്റെ ഹൃദയം തന്നെയായിരുന്നു. വിവാഹത്തെ ശക്തമായി എതിർത്ത ചക്രവർത്തി അനാർക്കലിയെ കാണുവാനുള്ള അവസരങ്ങൾ കൂടി നിഷേധിച്ചതോടെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ അഗാധമായൊരു വിള്ളൽ വീണു. തൻ്റെ പ്രേമഭാജനത്തെ തടങ്കൽ പാളയത്തിൽ ഉപേക്ഷിക്കാൻ സലിം തയ്യാറായില്ല. അദ്ദേഹം വിശ്വസ്തരായ തൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു രാത്രി അനാർക്കലിയെ തടങ്കൽ പാളയത്തിൽ നിന്നും മോചിപ്പിച്ചു. പിതാവിനോട് ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടാൻ അദ്ദേഹം മുതിർന്നു. അക്ബർ ചക്രവർത്തിക്കെതിരെ സലിം യുദ്ധത്തിന് തയ്യാറായി സൈന്യവുമായി പ്രത്യക്ഷപ്പെട്ടു. ഹൃദയവേദനയോടെ ചക്രവർത്തി അനിവാര്യമായ യുദ്ധാഹ്വാനം സ്വീകരിക്കുക തന്നെ ചെയ്തു. ശക്തമായ സൈനിക പിന്തുണയുണ്ടായിരുന്ന അക്ബറെ തോൽപ്പിക്കുക എളുപ്പമായിരുന്നില്ല. നിശ്ചയമായും സലിമിൻ്റെ സൈന്യം തോറ്റുമടങ്ങി. സലിമിനെ ചക്രവർത്തിയുടെ സൈന്യം തടവുകാരനായി പിടികൂടുകയും ചെയ്തു. തടവിലായ സലിമിനു മുമ്പിൽ 2 ഉപാധികളാണ് അക്ബർ അവതരിപ്പിച്ചത്. ഒന്നുകിൽ അനാർക്കലിയെ അക്ബറിൻ്റെ മുന്നിലെത്തിക്കുക, അല്ലെങ്കിൽ മരണത്തെ നേരിടുക. എന്നാൽ ആത്മാർത്ഥവും സത്യസന്ധവുമായ പ്രണയം മനസ്സിൽ കാത്തുവച്ച സലീം അനാർക്കലിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മരണശിക്ഷ ഏറ്റുവാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഒളിവിലായിരുന്നുവെങ്കിലും വിവരങ്ങളെല്ലാം അറിഞ്ഞ അനാർക്കലി സലിമിനെ മരണത്തിൽ നിന്നും രക്ഷിക്കാനായി സ്വയം കൊട്ടാരത്തിൽ കീഴടങ്ങി. ചക്രവർത്തിയോട് സലിമിൻ്റെ ജീവനു വേണ്ടി കേണു. രാജകുമാരൻ്റെ ജീവനു വേണ്ടി സ്വയം മരണമേറ്റുവാങ്ങാൻ തയ്യാറായ അനാർക്കലിക്ക് ചക്രവർത്തിയുടെ മുമ്പിൽ ഒരൊറ്റ അപേക്ഷ മാത്രമേ സമർപ്പിക്കുവാനുണ്ടായിരുന്നുള്ളൂ. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന സലീമിനോടൊത്ത് ഒരു ദിവസത്തെ ജീവിതം.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അവസാന ആഗ്രഹത്തിന് ചക്രവർത്തി തടസ്സം നിന്നതുമില്ല. അവൾക്ക് അതിനുള്ള അനുവാദം ലഭിച്ചു. ഹൃദയത്തെ കീറിമുറിക്കുന്ന നൊമ്പരം മനസ്സിൽ സൂക്ഷിച്ച് ഒരു രാത്രിയിലെ ജീവിതം. ജീവനേക്കാളധികം രണ്ട് മനസ്സുകൾ ഈ രാത്രിക്ക് ശേഷം വേർപിരിയുകയാണ് എന്നേക്കുമായി. അവസാനമായി ഒരിക്കൽ കൂടി അനാർക്കലി തൻ്റെ പ്രിയതമനു വേണ്ടി നൃത്തം ചെയ്തു. സലിമിൻ്റെ കണ്ണീരിൽ കുതിർന്ന നിലത്താണ് അവൾ ചുവടുവെച്ചത്. സൂര്യോദയം അടുത്തു വന്നതോടെ തൻ്റെ പേരിനു കാരണമായി തീർന്ന ഒരു മാതളനാരകത്തിൻ്റെ പുഷ്പം ഉപയോഗിച്ച് സലിമിനെ മയക്കിക്കിടത്തിയ ശേഷം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നേർന്ന് അനാർക്കലി പടയാളികൾക്കൊപ്പം യാത്രയായി. കിടങ്ങിലായിരുന്നു മരണശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത്. കൂറ്റൻ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച കിടങ്ങിനുള്ളിലേക്ക് അക്ബറിൻ്റെ സാന്നിധ്യത്തിൽ ഒരു തടിക്കഷ്ണത്തിൽ ബന്ധിക്കപ്പെട്ട അനാർക്കലിയെ ജീവനോടെ ഇറക്കി. ഓരോ കല്ലുകൾ വയ്ക്കുമ്പോഴും അവൾ പ്രാണനായ സലിമിൻ്റെ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു. ലാഹോറിനടുത്ത് അനാർക്കലി മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നാദിറയുടെ ശവകുടീരം ഇന്നും സ്ഥിതി ചെയ്യുന്നു. ഒരു വിശുദ്ധ പ്രണയത്തിൻ്റെ തിരുശേഷിപ്പായി.